എന്താ പറയുക, ചുമ്മാ ഒരു നിർവികാര അനുഭവം. തുടക്കം തൊട്ട് ഇന്റർവെല്ലിന് തൊട്ടു മുമ്പുള്ള സ്മഗ്ലിംഗ് പോർഷൻ വരെ ചുമ്മാ മടുപ്പടിച്ചിരുന്ന് കാണേണ്ട വന്ന അവസ്ഥയായിരുന്നു. ഒരു കണക്ഷനും കിട്ടാത്ത അവസ്ഥ. വൈശാഖിന് ആക്ഷൻ സീക്വൻസുകൾ എടുക്കാൻ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ച കുറെ ആക്ഷൻ സീക്വൻസുകൾ. ഈ ആക്ഷൻ സീക്വൻസുകൾക്ക് മുമ്പ് വേണ്ട കൃത്യമായ ഇമോഷണൽ കണക്ഷനോ കഥാപശ്ചാത്തലമോ ഇല്ലാത്തത് കൊണ്ട് അടി വരുമ്പോൾ അതിനൊരു പഞ്ചുമില്ല. ഈ ടെർബോയിലെ അതേ സ്ഥിരം മീറ്റർ തന്നെ. തുടക്കത്തിലുള്ള ആ പാട്ടും സംഗീതവും മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ അല്പമെങ്കിലും ആശ്വാസമായി തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ഒരു 100 പ്രാവശ്യമെങ്കിലും അഹമ്മദ് അലി എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴും ഏക പ്രതീക്ഷ മോഹൻലാലിന്റെ ആ ഒരു എൻട്രി മാത്രമായിരുന്നു. സെക്കൻഡ് ഹാഫിലെ തുടക്കത്തിലെ സ്മഗ്ലിംഗ് സീനൊക്കെ കണ്ടുമടുത്തതാണെങ്കിലും ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കണ്ടിരിക്കാം. ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ഇതിലെ ഡയലോഗുകളാണ്. പൃഥ്വിരാജിന്റെ ഫിസിക് അടിപൊളിയായിരുന്നു, പക്ഷെ അതിലും കിടിലൻ ഒരു ഓറ തോന്നിയത് കത്തിക്കാത്ത വില്ലനായിരുന്നു. കുറച്ച് പണിയെടുത്തതായിട്ട് തോന്നിയത് കുറച്ച് ബംഗാളികളുടെ സീനുണ്ട്. ബംഗാളികളല്ല, ആക്ച്വലി മൊത്തത്തിൽ നോക്കിയാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ സാധനം പുതിയ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും പൈസ ഇതിനെ ഇറക്കുമ്പോൾ ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ കുറച്ച് പൈസ മാറ്റി വെച്ചുകൂടെ? പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിലെ ടെയിലന്റ്, എന്റെ മോനെ ലാലേട്ടനെ വെച്ചിരിക്കുന്ന പ്രസന്റേഷൻ അന്യായമായിരുന്നു. പിന്നെ വരുന്ന ആ ഒരു ക്യാമിയോയും കൊള്ളാം. സത്യത്തിൽ ക്യാമിയോയും ലാലേട്ടന്റെ ആ മാസ് പ്രസന്റേഷനും വെച്ച് പടം രക്ഷപ്പെടുത്താനുള്ള ഒരു അവസാന ശ്രമമാണ് നടന്നിരിക്കുന്നത്. ആ ലാലേട്ടന്റെ ഭാഗം കണ്ടത് മാത്രം ഇതിൽ കാശ് മുതലായതായി തോന്നി. അല്ലാതെ മൊത്തത്തിൽ കണ്ടില്ലെങ്കിലും വലിയ നഷ്ടമൊന്നുമില്ലാത്ത ഒരു ബിലോ ആവറേജ് അനുഭവം. എന്തായാലും ഈ ഓണം ബെത്ലഹേം കുടുംബ യൂണിറ്റ് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്.